ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരങ്ങ വെച്ചിട്ട് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ നാരങ്ങ വെച്ചിട്ടുള്ള ഈ രണ്ട് വെറൈറ്റി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടല്ല എടുക്കുന്നത്. നാരങ്ങ നമ്മൾ രണ്ട് ഭാഗവും ഇങ്ങനെ കട്ടാക്കിയിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിഴിയേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കാം. ആദ്യം നാരങ്ങയുടെ രണ്ട് ഭാഗവും കട്ടാക്കുക. അതിൻ്റെ ആ സ്കിന്ന് മുഴുവനായിട്ട് കട്ടാക്കുക. ഇങ്ങനെ നാരങ്ങ കാണുന്നില്ലേ, ആ രീതിയിലൊന്ന് കട്ടാക്കി എടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. കുറച്ചിങ്ങനെ ആഴത്തിൽ വരഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നാരങ്ങയുടെ ആ ഒരു സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് അടുത്തടുത്ത് തന്നെ വരഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് നാരങ്ങയുടെ എന്താ പറയുക, സ്കിന്ന് മുഴുവനും റിമൂവ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള രണ്ട് നാരങ്ങ ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഇതേ നാരങ്ങയുടെ തോലൊക്കെ ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാം. തോല് കളയുമ്പോൾ മാക്സിമം ആ വെളുത്ത പോർഷനൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വെളുത്ത പോർഷനും കുരുവും ഒക്കെ ഉണ്ടെങ്കിലാണ് നാരങ്ങ വെള്ളത്തിന് കയ്പ്പ് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ഒരു 3 നാരങ്ങ ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 നാരങ്ങ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നാരങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കുരുവൊക്കെ അതിലേക്ക് ചാടൂലേ, അപ്പോൾ അത് ചാടാതിരിക്കാൻ നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. കുരു മാക്സിമം കളയാൻ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വെളുത്ത പോർഷനൊക്കെ കളയാൻ പറ്റിയെങ്കിൽ കളഞ്ഞെടുത്താൽ നല്ലതാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള നാരങ്ങ അധികം നീരില്ല കേട്ടോ. കുറച്ച് നീര് കുറവുള്ള നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാക്സിമം വെളുത്ത ഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ല നീരൊക്കെ ഉള്ള നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. 2 ജ്യൂസ് തയ്യാറാക്കാൻ 2 എണ്ണം എടുത്താൽ മതി. ഇത് കുറച്ച് ചെറുതും കൂടിയാണ്, കുറച്ച് നീരും കുറവാണ്. ഇപ്പം നാരങ്ങ തന്നെ പല ഇതുണ്ടല്ലേ, നീരുള്ളതുണ്ട്, അതുപോലെ തന്നെ പിഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയതുണ്ട്, അങ്ങനെ പല സൈസ് നാരങ്ങയുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് നാരങ്ങ നോക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അതോടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇതിലേക്ക് നമുക്ക് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയുള്ളൊരു പീസാണ്. ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം എൻ്റെ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ അരയൂല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക, പൊടിഞ്ഞു പോകുന്നുള്ളൂ. ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. കുറേ നേരം ഇനി അരക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ ചേർത്താൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുക്കണം. ഈ ഒരു നാരങ്ങ വെള്ളത്തിലേക്ക് ഞാൻ കസൂസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ മിക്സി ഒന്ന് ചുഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ടല്ലേ, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, മിൽക്ക് മെയ്ഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന മിൽക്ക് മെയ്ഡ് ഉണ്ട് അതിൽ. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഒന്ന് കട്ടയായിട്ടിരിക്കുന്നത്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയം കറക്റ്റ് ആയിക്കോളും. ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം കിട്ടുന്നത് കേട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റോസ് മിൽക്കിൻ്റെ കളറും അതേപോലെ അതേ ടേസ്റ്റുമാണ്, അത്രയും കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എന്താ പറയുക അതൊന്ന് കുടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത റെസിപ്പി നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്ത തേങ്ങയാണ് ഈ ഒരു ജ്യൂസിന് വേണ്ടത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്യാരറ്റിൻ്റെ ഫ്ലേവർ വേണ്ടത്, നിങ്ങൾക്ക് എത്ര ജ്യൂസാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ വലിയ ഗ്ലാസ്സിന് 2-2.5 ഗ്ലാസിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അത്രയും ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണം ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. മിക്സിയിൽ അരഞ്ഞു കിട്ടാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരു 4-5 ക്യൂബ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള തോല് കളഞ്ഞ നാരങ്ങ കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യത്തേതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കസൂസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള 2 നാരങ്ങ ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാം. തണുപ്പ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചൂടിൻ്റെ ഈ ദാഹവും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം മാറാനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല അടിപൊളി ജ്യൂസാണ് ഇത്. ഒരുപാട് കുറുകിയിരിക്കുന്ന ജ്യൂസല്ല, കുറച്ചൊക്കെ വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത ജ്യൂസ് ലേശം ഒന്ന് കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കാവുന്നതുമാണ്. അപ്പോൾ അതായത് ഇതുപോലെ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതേ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് ജ്യൂസാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു സ്ട്രോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.